അല്ലേ ഞാനിന്ന് നിൽക്കുന്നത് ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ വിശേഷം എന്ന് പറയുന്നത് അതിഗംഭീരം തന്നെയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞതും നല്ല വെള്ളവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഈ സ്ഥലത്തിന് സമീപവാസിയായ ഒരു അങ്കിളിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്കിളിനോട് ചോദിക്കാം എന്താണ് കേട്ടോ. എല്ലാവരും എന്നോടൊപ്പം വരണം കേട്ടോ. ഇതാണോ ഇതിന്റെ എന്തൊക്കെ വിശേഷം? ഒന്നുമില്ല. ഇത് ഈ സ്ഥലം മാമ ഇവിടെ ഇത് ഈ സമീപവാസിയാണോ? കാവടി കടവാണ് വീടല്ലേ. എങ്ങനെയാണ് ഇവിടുത്തെ വെള്ളമൊക്കെ എങ്ങനെ? എല്ലാവരും കുടിക്കാനും അതെയോ ഇതിന് അതെയോ? വേറെ ഇപ്പൊ മെയിലായത് കൊണ്ടാണ് കുറച്ച് വെള്ളം എന്നാണ് മാമൻ പറയുന്നത്. അതായത് കുറെ കഴിയുമ്പോൾ ഇത് തുറക്കുകയാണെങ്കിൽ ഒത്തിരി വെള്ളം അല്ലേ? ഇത് ഓവറായിട്ട് ഇത് ഏത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണോ? അരുവിക്കര ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് പറയാനാണ്, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒരു പ്രത്യേക നല്ല വെറൈറ്റി ആയ സ്ഥലം തന്നെ. മാമ ഇനി മുകളിലോട്ടൊക്കെ എന്താണ് അങ്ങോട്ടുള്ളത്? അല്ല അറിയാമോ? വീട് എന്തെങ്കിലും ഉണ്ടോ ഈ ഇതിന്റെ അപ്പുറത്തോട്ട്? വീടുകളുണ്ടല്ലോ. കട്ടക്കായി, തെങ്ങിൻ കറ്റക്കായി. എന്തുവാണത്? അറിയില്ല. തെങ്ങ് നിൽക്കുകയാണ്. അപ്പൊ അതൊരു വെറൈറ്റി ആയ ഒരു സ്ഥലം തന്നെ. എന്തായാലും നമുക്ക് അവിടെ കണ്ടിട്ട് പോകാവും. മാമ എല്ലാം പറഞ്ഞതിനും പരിചയപ്പെടാൻ സാധിച്ചതിനും എല്ലാം വളരെ ഉപകാരമുണ്ട്. നന്ദിയുണ്ട് കേട്ടോ. പിന്നെ കാപ്പി കുടിച്ചോ രാവിലെ? കഴിച്ച്. അപ്പോൾ പിന്നെ അതെ, ഞാൻ ഈ സ്ഥലം കാണാൻ വന്നതല്ല കേട്ടോ. ഞാൻ വേറൊരു സ്ഥലത്തിലേക്ക് പോകാൻ വന്നതാണ്. അന്നേരം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, നല്ല രസമാണ്, അവിടെ ഒന്ന് കയറിയിട്ട് പോകാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ ശരിയാണ്, നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. എന്തായാലും എനിക്ക് മറു സൈഡിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടി അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വന്നത് ഞാനങ്ങ് ഓൾറെഡി അങ്ങ് കുളിച്ച് കേട്ടോ. നല്ല ചൂടും കാര്യമൊക്കെ ആയപ്പോഴുണ്ടല്ലോ, പാറയിൽ ചവിട്ടി നിൽക്കാൻ വയ്യ, അത്ര ചുട്ടുപൊള്ളുന്നു, കാലൊക്കെ ചുട്ടുപൊള്ളുന്ന ചൂടാണേ. ഡ്രസ്സ് വേറെ എനിക്ക് ഷൂട്ടിനുള്ളത് കരുതി വെച്ചിരുന്നത് കൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ നോക്കിയപ്പം ഈ ഒരു അങ്കിളിനെ ഞാൻ ഓൾറെഡി ഒരു അങ്കിളിനെ കണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ പറഞ്ഞല്ലോ ഇതിന് അപ്പുറത്ത് എന്തോ തെങ്ങിൻ കറ്റയെന്നോ എന്തോ പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയിട്ട് സ്ഥലം സത്യം പറഞ്ഞാൽ ഏത് വഴി പോകണമെന്നറിയില്ല. ഇവിടെ അത്രയും മുളങ്കാടാന്ന്. അപ്പോൾ പിന്നെ എങ്ങോട്ട് ഏത് വഴി പോകണം? ഞാൻ കുറച്ച് ദൂരം കയറി നോക്കുക, എന്നിട്ടും എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് അവിടെ കൂടെ അതിൻ്റെ ഇടനാഴി കൂടെയൊക്കെ കയറി പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനങ്ങ് വലിഞ്ഞ് കയറിയേനെ. എന്തായാലും അവിടെ വന്നിട്ട് അതും കൂടെ കാണണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കുക അതിൻ്റെ ഇടയ്ക്കെങ്ങാണ്ട് വഴിയുണ്ടോ, ഒരിടവും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ തിരിച്ചിറങ്ങി വരിക. അത് ഈ സ്ഥലം ഏതെന്നറിയോ? കാവടിക്കടവാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ പേയാട് ചെറുപാറ എന്ന സ്ഥലത്ത് നിന്നും 2 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ കാവടിക്കടവ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇച്ചിരി റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരല്പം നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇറങ്ങി തന്നെ വരണം ഈ സ്ഥലം ഒന്ന് നന്നായിട്ട് കാണണമെങ്കിൽ. അപ്പോൾ അതുവഴി ചിലപ്പോൾ അറിഞ്ഞൂടെ സഞ്ചരിക്കുമ്പം നമുക്കിപ്പോൾ അറിയാതെയാണെങ്കിൽ അത് ഈ സ്ഥലം ക്രോസ് ചെയ്ത് നമ്മൾ പൊയ്ക്കളയും. കാരണം ഇത് മെയിൻ റോഡിലും അല്ല, ഇച്ചിരി ഉള്ളിലോട്ടാണ്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഉത്ഭവിക്കുന്ന ജലമാണെങ്കിൽ ഈ അരുവിക്കര ഡാമിൽ നിന്നാണ് വരുന്നത്. നല്ല ജലാംശം തന്നെയാണ്. ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് കുളിക്കാനൊക്കെ വരുന്നുണ്ട്. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു 3-4 സുഹൃത്തുക്കളെ എനിക്ക് അവിടെ നീട്ടിയ കോളേജ് കുട്ടികളാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് നേരത്തെ വന്നിട്ടുണ്ടോ? അപ്പം ഇല്ല ചേച്ചി, ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണ്, ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഇച്ചിരി തെന്നുക വരാനേ. അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യുക അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നല്ല ക്യൂട്ട് കുട്ടികളാണ്, കാരണം പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല സ്നേഹവും. ഇവിടെ ഈ സമീപത്തിലുള്ള ഒരു കുട്ടിയുണ്ട് ഇവരെ കോളേജിൽ പഠിക്കുന്നത്. അപ്പോൾ അവൻ വിളിച്ചിട്ട് ഈ സ്ഥലം കാണാൻ ആദ്യമായിട്ട് വരുന്നെന്നാണ് പറയുന്നത്. എന്തായാലും അവരെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നമുക്ക് അവരോട് സംസാരിക്കാൻ, ആ കുട്ടികളും അങ്ങനെയാണ്, നല്ല സ്നേഹവുമായിട്ടുള്ളൊരു കുട്ടികൾ തന്നെയാണ്. അങ്ങനെ അപ്പം ഞങ്ങളെല്ലാവരും ഈ വഴി മറു സൈഡിൽ കിടക്കേണ്ടതുണ്ട്. മുകളിൽ കയറണം, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. നമുക്ക് വെള്ളത്തിൽ കൂടെ സഞ്ചരിച്ച് മാത്രമേ ഇപ്പുറത്തെ സൈഡ് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ മുകളിലുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണണം, അതിൻ്റെ ഉള്ളിലോട്ട് പോകണം എങ്കിലും നമുക്ക് ഒരു ചെറിയ മതിൽ കടക്കേണ്ടതുണ്ട്. അപ്പോൾ പിള്ളേർക്കും അത് റിസ്ക് എടുക്കാൻ വയ്യ, കാരണം വഴിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ആരും പോയില്ലെന്നാണ് സത്യം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ വന്ന കുട്ടി എൻ്റെ നമ്പരൊക്കെ ചോദിച്ച് അങ്ങനെ കൊടുക്കും. ഇതിനെ
കുറിച്ച് എനിക്കൊന്ന് എൻ്റെ പ്രേക്ഷകരായ ഫ്രണ്ട്സിനോട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പണ്ടിങ്ങനല്ലേ, പണ്ടിതൊന്നും ഇല്ലായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഫ്ലാറ്റ് സർഫസ് പോലെയായിരുന്നു. ഇവിടെയൊക്കെ ആഴമുള്ളത്, അവിടെയാണ് ആഴമുള്ളത്, ഇവിടെ അങ്ങോട്ടാണ് ആഴമുള്ളത്. അപ്പം ഇപ്പൊ ഈ 2 വർഷം തായുള്ളൂ. 2 വർഷം തായിട്ട് വാട്ടർ ഒരു പുതിയ പ്ലാന്റ് വന്ന് അങ്ങനെ ഇതൊക്കെ വന്നു. 2 വർഷം ആയുള്ളൂ. 2 വർഷം താകത്തുന്നത് മൊത്തം വന്നു. ഇവിടെ ആരെങ്കിലും ഡേഞ്ചർ ആയിട്ട് എന്തെങ്കിലും? ഇല്ല, ഇവിടെ അധികം മരണമൊന്നും വിട്ടിട്ടില്ല. ഇവിടെ ആണെങ്കിൽ മഴ പെയ്യുമ്പോൾ അവിടെ പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റ് വരെ പൊങ്ങിയിട്ടുണ്ട്, വെള്ളം പൊങ്ങിയിട്ടുണ്ടോ? നല്ല മഴയാണ്. നല്ല മഴയൊക്കെ. ഈ മഴ സമയത്തൊക്കെ വന്നിറങ്ങുമ്പോൾ മാത്രം അപകടം വന്നിട്ടുള്ളൂ. അല്ലാതെ വന്നിട്ടില്ല. അല്ലാതെ പറഞ്ഞത് അപ്പുറത്ത് തന്നെ ഉണ്ട്, അരിപ്പുറം മുതൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം നടന്നിട്ടുള്ളത് അല്ലേ? ഈ സ്ഥലത്തിനെ കുറിച്ച് സ്ഥലവാസിയായ നിനക്ക് എന്താണ് പറയാനുള്ളത്? നല്ല സ്ഥലമാണ്, നല്ല സ്ഥലമാണ്. ഇവിടെ വന്നപ്പോഴേക്കും കുറച്ചുകൂടി വൈബായി, അടിപൊളിയായി അല്ലേ? ഇത് വന്നപ്പോ അല്ലേ കുളിക്കാനും എല്ലാത്തിനും കുറച്ച് ഇതൊക്കെ കെട്ടിയല്ലേ? ശരി ശരിയാണ്. ശരി. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്തുവാടാ നിങ്ങളെല്ലാം പരിചയപ്പെടാനും എന്താ പറയാ നിങ്ങളെ കാണാൻ പറ്റിയത് എല്ലാത്തിനും സന്തോഷം കേട്ടോ. അതിൻ്റെ പേര് എന്ത് പറയാനാണ്? എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പക്ഷേ നമ്മൾ താവയ്ക്കൽ പോയി എടുത്തതുപോലെ ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? അവർ വീടുകളിൽ അറിയാതെയാണ് ഇവിടെ കുളിക്കാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പം ഞാൻ ഒരാൾ മീൻ പിടിച്ചോണ്ടിരുന്നതാണ് ഈ ചൂണ്ടയിട്ട്. അപ്പം ഞാൻ വാങ്ങി ഇതാ മീൻ പിടിക്കാൻ പോവുകയാണ്. എനിക്കറിയില്ല കേട്ടോ, ഞാനത് വെള്ളത്തിൽ ഇട്ട് നോക്കാം. വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി മീൻ കയറുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് അതായത് തോടുകളിൽ കുളിക്കാൻ പോകുമ്പോൾ തോർത്തിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതുപോലുള്ള സംഭവം പിടിച്ചിട്ടുണ്ട്. എനിക്ക് എന്തായാലും അതൊക്കെ മറന്നുപോയി, സത്യം പറഞ്ഞാൽ അങ്ങനെയാ. നിറയും വേണ്ടേ? സത്യം പറഞ്ഞാൽ കാല് പൊള്ളിയിട്ടാണെങ്കിൽ എനിക്ക് നിൽക്കാൻ വയ്യ കേട്ടോ. നല്ല പാറയ്ക്ക് നല്ല ചൂടാണ്. ഇപ്പം നല്ല ചൂടുള്ള ടൈമല്ലേ. അപ്പം ഞാൻ നോക്കിയിട്ട് ഞാനൊന്ന് ഈ വല എറിയുമ്പോൾ ഈ ചൂണ്ട എടുത്ത് എറിയുമോ ഒന്ന് വീശി എന്തെങ്കിലും വരെ വേണ്ട കേട്ടോ മീനിനൊക്കെ. ഇപ്പോൾ മീൻ എനിക്ക് കിട്ടിയില്ല, സത്യം പറയാലോ എനിക്ക് മീനൊന്നും കിട്ടിയില്ല. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നെ എനിക്ക് കാല് പൊള്ളുക, തറയിൽ ചവിട്ടി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോഴേ ഞാൻ പിന്നെ അതങ്ങ് മതിയാക്കി കേട്ടോ. അപ്പോൾ ഇത് ബണ്ട് കെട്ടിയിട്ടുള്ള ഈ വെള്ളമാണ്. അപ്പോൾ അതിങ്ങനെ ഒഴുകി വരുന്ന ഇച്ചിരി മുകളിലോട്ടൊക്കെ നല്ല ഒരു കിണറിൻ്റെ താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല താഴ്ചയാണ്. അപ്പോൾ ദയവേത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ആഴം അറിഞ്ഞ് മുന്നോട്ട് നീങ്ങുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ എവിടെയായാലും നമുക്ക് നീന്തൽ അറിയില്ലെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം അല്ലേ? ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇവിടുത്തെ പ്രകൃതി ഭംഗി അത് വെറൈറ്റി തന്നെയാണ്. നല്ല പച്ചപ്പും ഒക്കെ, റോഡിന് ഇച്ചിരി ഉള്ളിലോട്ട് വന്നിട്ട് നല്ല ആരും അധികം അറിയപ്പെടാത്തൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലം തന്നെയാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനും ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കണ്ടോ. എനിക്കാണെങ്കിൽ ആദ്യം വന്നപ്പോഴേ ദേഹമൊക്കെ ചുട്ടു പൊള്ളുക, കാരണം അത്ര ചൂടാണ്. ആദ്യം വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനും അവരുടെ കൂടെ ഒപ്പം ഇറങ്ങി. അപ്പം എന്തു പറയാനാണ്, നല്ല രസമുണ്ട് കുളിക്കാനും ഒക്കെ. എന്തു പറയാനാണ്, നല്ല ജലം തന്നെയാണ് കേട്ടോ. അതെ, ഞാനേ ഇതുകൊണ്ട് ഇവിടെ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ചാവടിക്കാവെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ. കുറച്ച് വാഴയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് നോക്കിയാൽ ഇതിനകത്ത് ആർക്കും പ്രവേശനമില്ല. എന്തായാലും ഞാനൊന്ന് നോക്കാം. അവിടെ ആരോ ഒരു ചേട്ടൻ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടോ. എന്താണ് ചേട്ടന് പറയാനുള്ളത്, എന്താണ് അങ്ങോട്ടുള്ള അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഗേറ്റ് തുറന്ന് കിടക്കുന്നത് കൊണ്ടാണ് അകത്ത് കയറി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടെ വാഴയും കപ്പയും ചേമ്പും മാവും എല്ലാം നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. 2 സൈഡ് പ്ലാവ്, അടിപൊളി സ്ഥലം. പിന്നെ ഒരു കാര്യം കേട്ടോ, അനുവാദമില്ലാതെയാണ് ഞാൻ കയറി പോണത്. അകത്ത് പോകുമ്പം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കൂടെ വന്നോണം കേട്ടോ. എനിക്കറിയില്ലല്ലോ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് അനുവാദമില്ലാതെ അകത്തോട്ട് കയറി പോകുന്നത്. അവിടെ ഒരു ചേട്ടനെ ഞാൻ കണ്ട്, താഴെ നിന്നപ്പോഴേ ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നത് കണ്ട്. ചേട്ടനോട് നമുക്ക് എന്താ ചോദിച്ചു നോക്കാം. ബാക്ക് സൈഡിലെ ആ ചേട്ടൻ ഇരിക്കുവാ. ഞാനും സത്യം പറഞ്ഞാൽ അനുവാദമില്ലാതാണ് വന്നത്. ചേട്ടൻ എന്ത് പറയണമെന്ന് അറിയില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം കാണണം.
ഞാനൊരു വ്ളോഗറാണെന്ന് ചേട്ടനോട് പറയാം, കാര്യങ്ങൾ പറഞ്ഞ് വിവർത്തിച്ച് ചോദിക്കാം നമുക്ക്. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യവിവരണം അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ആ ചേട്ടൻ്റെ അടുത്തോട്ട് പോകാവേ. എല്ലാവരും വരണം കേട്ടോ, അടി കിട്ടിയാലും അപ്പം എന്താ പറയുന്നത് പോകാം നമുക്ക് കേട്ടോ. കേട്ടോ, ഞാനൊരു വ്ളോഗറാണ്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് എൻ്റെ ഫ്രണ്ട്സായ പ്രേക്ഷകരിൽ എത്തിക്കണമെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വരുന്നതാണ്. അപ്പോൾ ചേട്ടനാവുമ്പോൾ ഇത്തിരി കൂടെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഞാൻ അത് അറിയാനും കൂടെയാണ് ചോദിക്കുന്നത്. അനുവാദമില്ലാതെ വന്നതിന് ആദ്യം ക്ഷമ ചോദിക്കുക. നമ്മളെ ഈ പ്രദേശം എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ഏരിയയാണ്, നമുക്കിവിടെ പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇത് ഷൂട്ടിംഗ് ഏരിയ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ധാരാളം കുളിക്കാനൊക്കെ വരുന്നുണ്ട്, നമ്മൾ ഈ കുളിക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് നീന്തലൊന്നും അറിഞ്ഞുകൂടാത്തവര് വരരുതെന്നാണ്. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിവിടെ പോലീസിനെ ഇൻഫർമേഷൻ ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് അതും കൂടെ പറയണം. അപകടമുള്ള സ്ഥലമാണ്. അതായത് നീന്തൽ അറിയില്ലെങ്കിൽ അങ്ങോട്ട് അകത്തോട്ട് പോകാതിരിക്കല്ലേ, പുറമെ വന്ന് കുളിക്കാമല്ലോ. കുഴിയില്ലാത്തടത്ത് ഇറങ്ങി കുളിക്കാം അറിയാന്നുള്ളവരുടെയൊക്കെ ചോദിച്ചിട്ടൊക്കെ ചെയ്യുക, അതാണ് നല്ലത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തിനകത്തുള്ള അറിവുകളേ ഉള്ളൂ. ഞാൻ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമുക്ക് മരണപ്പെട്ടിട്ടുണ്ട്, എൻ്റെ അറിവിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ചേട്ടാ, പിന്നെ ചേട്ടൻ ഇവിടെ ഒരുപാട് വർഷമായി വർക്ക് ചെയ്യാൻ? ഇല്ല, ഞാൻ ഒരു വർഷമായതേ ഉള്ളൂ. ഇവിടെ പ്രദേശവാസി അതോ പുറത്തുനിന്ന്? ഇല്ല, ഞാൻ ആര്യനാട്. കാണാൻ സാധിച്ചതിലും ഒരുപാട് കാര്യങ്ങൾ, കാരണം കുഞ്ഞു കാര്യമായാലും നല്ല അത് വിവരണത്തോടു കൂടെ പറഞ്ഞു തരാൻ, അത് കേൾക്കാനും ഒക്കെ എനിക്ക് എന്ത് പറയാനാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര വലിയ സന്തോഷം തോന്നുകയാണ്. പിന്നെ കാണാൻ സാധിച്ചതിലും പരിചയപ്പെടാൻ സാധിച്ചതിലും അതിലുപരി സന്തോഷം. എന്തായാലും നിങ്ങളെ ഈ ഒരു ഈ വീഡിയോ എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കുക. കാര്യം ഈ കാവടിക്കടവിൽ വന്ന് ഒരുപാട് ചെറുപ്പക്കാർ മരണപ്പെട്ടു. അപ്പോൾ ഇനി വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ മുളങ്കാട്ടിന്റെ എവിടെയൊക്കെ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. കൂടുതൽ പേര് ഈ ഭാഗത്താണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുന്നവർ വളരെ സൂക്ഷിക്കണം. ചേട്ടാ, ഇവിടെ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനം പാമ്പാണ് ചേട്ടാ. ആവശ്യം പോലെ പാമ്പുണ്ടെന്ന്. എന്റെ ദൈവമേ, എവിടെ പേര് കഴിഞ്ഞ 2-3 വീഡിയോയിൽ എന്നെ പാമ്പ് ആക്രമിച്ച്. പിന്നെ പോട്ടെ ചേട്ടാ, ഞങ്ങള് ചാനല് ബിൻ വ്ളോഗ് എന്നാണ് ചേട്ടാ, അടിച്ചു നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് തൊട്ട് ചേട്ടൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഓക്കെ, പോട്ടെ എന്നാ. ശരി, ഓക്കെ. അപ്പോൾ അതെ, ഈ സ്ഥലമാണ് ആ ചേട്ടൻ പറഞ്ഞ സ്ഥലം കേട്ടോ. ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ളത്. അത് ഒരു കുട്ടി പറഞ്ഞത് എന്നോട്, ഈ കിണറിൻ്റെ വലിപ്പമുള്ള കുഴികൾ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ദയവ് ചെയ്ത് നീന്തൽ അറിയാമെങ്കിൽ പോലും അങ്ങോട്ട് പോകാതിരിക്കുക കേട്ടോ. അത് നമുക്കിത് ഈ പുറമേ നിന്ന് കുളിക്കാമല്ലോ ആർക്ക് വേണമെങ്കിലും, അങ്ങോട്ട് ഉള്ളിലോട്ടൊന്നും കടക്കാതിരിക്കുക. പിന്നെ എന്ത് പറയാനാണ്, ഇവിടുത്തെ പ്രകൃതി ഭംഗി നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു വെറൈറ്റി സ്ഥലം തന്നെയാണല്ലേ. ഒത്തിരി ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഞാൻ കണ്ടതാ, എന്ത് പറയാ, കപ്പയും വാഴയും ഈ ചേമ്പും തേങ്ങയും ഒക്കെ ഇതായി, പ്ലാവൊക്കെ ഉണ്ട്. ഇത് ആരാണ് ചേട്ടാ കൃഷി ചെയ്തത്? നിങ്ങളാണോ? അത് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഇവിടെ മുഴുവൻ കാടായിരുന്നു. ഭയങ്കര കാടായിരുന്നു. അപ്പുറത്തെ ആ പ്രോപ്പർട്ടിയിൽ മതിൽ കെട്ടുന്നത് കാടായിരുന്നു. ഇവിടെ എല്ലാം പരിസരമെല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മുടെ മേഖല ഉദ്യോഗസ്ഥരെയൊക്കെ അനുവാദം വാങ്ങിച്ചു കൃഷിയൊക്കെ ചെയ്യാൻ കാലഘട്ടത്തിൽ കൃഷി ആവശ്യം. അതെ, സത്യമാണ്. നല്ല രസമുണ്ട്. അപ്പൊ അതാകുമ്പോഴേ ഇവിടെ കാടും ആവത്തില്ല, വെള്ളത്തിന് ക്ഷാമമില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് ബോറടിക്കൂല. ഇത് കാടൊക്കെ പറിച്ച് വൃത്തിയാക്കി അതിന്റെ പരിപാടി. എന്തായാലും പറയാണ്ടിരിക്കാൻ അടിപൊളി തന്നെയാണ് ചേട്ടാ. പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമില്ലല്ലോ അല്ലേ? ഓട്ടോ ചേട്ടാ, എന്നാ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്നാ യാത്ര പറയുന്നില്ല, പോവുക കേട്ടോ. വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. എന്ത് പറയാനാണ്, ഒന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റാ.